Hello students, welcome back to Plus 2 Economics Online Classroom. Previous classൽ എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എല്ലാം വളരെ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, ഒരു എസ്സേ ടോപ്പിക് കൂടെയാണ്. സോ ലിസൺ കെയർഫുള്ളി. ടോപ്പിക്കിന്റെ പേര് ശ്രദ്ധിച്ചോളൂ. ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ, വിഭേദകാനുപാത നിയമം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് ആൻഡ് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. ഇത് അപജയ സീമാന്ത ഉൽപ്പന്ന നിയമം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ദിസ് ലോ ഈസ് റിലേറ്റഡ് വിത്ത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഹ്രസ്വകാല ഉൽപാദന ധർമ്മമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു നിയമമാണ് ഇത്. We know that in the short run production function, a producer can change the level of output by changing only one variable input while keeping other inputs are remains constant. ഒരു ഉൽപാദകന് മറ്റെല്ലാ നിവേശങ്ങളും സ്ഥിരമാക്കി നിർത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു വിവേചക നിവേശത്തിൽ മാത്രം മാറ്റം വരുത്തിക്കൊണ്ട് ഉൽപ്പന്നത്തിന്റെ അളവിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നു. അതിനെയാണ് ഹ്രസ്വകാല ഉൽപാദന ധർമ്മം എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചു അല്ലെ? When a producer employ or use additional units of one variable input while keeping other inputs are remains constant, at the beginning total product TP is increasing at increasing rate up to a point. ഒരു ഉൽപാദകൻ ബാക്കിയുള്ള അല്ലെങ്കിൽ മറ്റെല്ലാ നിവേശങ്ങളും സ്ഥിരമാക്കി നിർത്തിക്കൊണ്ട് ഒരു വിഭേദക നിവേശത്തിന്റെ കൂടുതൽ യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന മൊത്തം ഉൽപ്പന്നം, ദാറ്റ് ഈസ് ടി പി, അത് തുടക്കത്തിൽ ഉയർന്ന നിരക്കിൽ അല്ലെങ്കിൽ കൂടിയ നിരക്കിൽ വർദ്ധിക്കുന്നു. എന്നാൽ ഒരു പരിധി വരെ, ഓക്കെ, ഒരു പരിധി വരെയാണ് ടി പി അല്ലെങ്കിൽ മൊത്തം ഉൽപ്പന്നം വർദ്ധിക്കുന്നത്. ദെൻ ടി പി ഓർ ടോട്ടൽ പ്രൊഡക്റ്റ് increasing at decreasing rate and reaches its maximum. പിന്നീട് ടി പി കുറഞ്ഞ നിരക്കിലാണ് വർദ്ധിക്കുന്നത്. അതിനുശേഷം ടി പി അതിന്റെ പരമാവധിയിൽ എത്തുന്നു. ദെൻ ടി പി സ്റ്റാർട്ട്സ് ടു ഫാളിംഗ് ഓർ ഡിക്ലൈനിങ്. അതിനുശേഷം അവസാനം ടി പി കുറയാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ കുറയാൻ ആരംഭിക്കുന്നു. ഓക്കെ, ദിസ് ലോ ഈസ് ഓൾസോ നോൺ ആസ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ്, അപജയ സീമാന്ത ഉൽപ്പന്ന നിയമം എന്ന പേരിൽ കൂടെ അറിയപ്പെടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും? കാരണം എം പി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടി പിയിൽ നിന്നാണ് എം പി കണ്ടുപിടിക്കുന്നത് അല്ലേ? എം പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽറ്റ ടി പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൻ. ഓക്കെ, അതായത് ഒരു പ്രൊഡ്യൂസർ ഒരു വേരിയബിൾ ഇൻപുട്ടിന്റെ കൂടുതൽ യൂണിറ്റുകൾ യൂസ് ചെയ്യുന്തോറും അല്ലെങ്കിൽ എംപ്ലോയ് ചെയ്യുന്തോറും ഇനീഷ്യലി മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ഇൻക്രീസിങ്. തുടക്കത്തിൽ മാർജിനൽ പ്രൊഡക്റ്റ് സീമാന്ത ഉൽപ്പന്നം വർദ്ധിക്കുന്നു. ആൻഡ് റീച്ചസ് ഇറ്റ്സ് മാക്സിമം, അത് പരമാവധിയിലെത്തുന്നു. ദെൻ എം പി ഈസ് ഡിക്രീസിങ്. പിന്നീട് ഒരു പരിധി കഴിഞ്ഞാൽ മാർജിനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സീമാന്ത ഉൽപ്പന്നം കുറയാൻ തുടങ്ങുന്നു. പിന്നീട് അത് പൂജ്യമാവുന്നു. ദെൻ എം പി ബിക്കം 0. ഫൈനലി എം പി ബിക്കം നെഗറ്റീവ്. അവസാനം എന്ത് സംഭവിക്കുന്നു? എം പി അല്ലെങ്കിൽ സീമാന്ത ഉൽപ്പന്നം നെഗറ്റീവായി മാറുന്നു. ദിസ് ലോ ഈസ് നോൺ ആസ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. ഇതാണ് വിഭേദകാനുപാത നിയമം എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിൾ ആണ്, ബട്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റുമാണ്. Okay, law of variable proportion goes through 3 stages. വിഭേദകാനുപാത നിയമം 3 സ്റ്റേജുകളിലൂടെ അല്ലെങ്കിൽ 3 ഘട്ടങ്ങളിലൂടെയാണ് പോകുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോളൂ. 3 സ്റ്റേജസ്, 3 ഘട്ടങ്ങൾ. ഫസ്റ്റ് സ്റ്റേജ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ, വർദ്ധമാന പ്രത്യായ ഘട്ടം എന്നാണ് അത് അറിയപ്പെടുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഏതാണ്? ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ. സെക്കൻഡ് സ്റ്റേജ്, രണ്ടാമത്തെ ഘട്ടം, ഡിക്രീസിംഗ് ഓർ ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ, അപജയ പ്രത്യായ ഘട്ടം. ഓക്കെ,
മൂന്നാമത്തെ സ്റ്റേജ്, തേർഡ് സ്റ്റേജ് ആണ് നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ. ഋണാത്മക പ്രത്യായ ഘട്ടം. ഇതാണ് 3 ഘട്ടങ്ങൾ. ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ, ഡിക്രീസിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ ആൻഡ് നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ. ഓക്കെ, ഇത് ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് പഠിക്കണം. ഇനി ശ്രദ്ധിച്ചോളൂ, ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷന്റെ ടാബുലാർ പ്രസന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് വിഭേദകാനുപാത നിയമത്തെ പട്ടിക രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സിമ്പിൾ ആണ്. ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു ടേബിൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് കോളം ഫിക്സഡ് ഇൻപുട്സ്, സ്ഥിര നിവേശങ്ങൾ. സെക്കൻഡ് വേരിയബിൾ ഇൻപുട്ട്, വിഭേദക നിവേശം. ദെൻ TP, AP, MP. ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്. മൊത്തം ഉൽപ്പന്നം, ശരാശരി ഉൽപ്പന്നം, സീമാന്ത ഉൽപ്പന്നം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ഈ ഒരു ടേബിൾ ഉപയോഗിച്ചിട്ടാണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സാമിന് നിങ്ങളോട് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുമ്പോൾ ഇത്രയും ഭാഗമേ നിങ്ങൾക്ക് ചോദ്യം വരുള്ളൂ. അതായത് ഫിക്സഡ് ഇൻപുട്ട്സ് വരും, വേരിയബിൾ ഇൻപുട്ട്, TP. അതിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ അഡീഷണൽ ആയിട്ട് കണ്ടുപിടിക്കണം? AP കണ്ടുപിടിക്കണം, ശരാശരി ഉൽപ്പന്നം അല്ലെങ്കിൽ ആവറേജ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. ദെൻ MP, മാർജിനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സീമാന്ത ഉൽപ്പന്നം കണ്ടുപിടിക്കണം. ഇവിടെ ഞാൻ നിങ്ങൾക്ക് APയും MPയും കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. ബട്ട് എക്സാമിന് നിങ്ങൾക്ക് അത് അഡീഷണൽ ആയിട്ട് കണ്ടുപിടിക്കണം. APയും MPയും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ? ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ ലോ പറയുന്നത്, ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ പറയുന്നത്, വേരിയബിൾ ഇൻപുട്ട് ഒരു പ്രൊഡ്യൂസർ കൂടുതലായിട്ട് എംപ്ലോയ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഉപയോഗിക്കും തോറും ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്, ഇവ മൂന്നിനും എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത്? അതാണ് ഈ ലോ പറയുന്നത്. വളരെ സിമ്പിൾ ആണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഫിക്സ്ഡ് ഇൻപുട്സ് ഫസ്റ്റ് കോളത്തിൽ എല്ലാം 5 ആണ്. മാറുന്നുണ്ടോ? അല്ല, അത് ഫിക്സ്ഡ് ആണ്. ഔട്ട്പുട്ട് മാറുന്നതിനനുസരിച്ച് മാറ്റം വരാത്ത ഇൻപുട്ടുകളാണ് ഫിക്സ്ഡ് ഇൻപുട്ടുകൾ, നമുക്കറിയാം. സെക്കൻഡ് കോളം വേരിയബിൾ ഇൻപുട്ട്, ഇവിടെ ലേബർ ആണ്, തൊഴിലാളികളാണ്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് 0 യൂണിറ്റ് ആണ് വേരിയബിൾ ഇൻപുട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്നും റിയൽ ലൈഫിൽ വരില്ല കേട്ടോ. ഒരു വേരിയബിൾ ഇൻപുട്ടും അല്ലെങ്കിൽ ഒരു വിഭേദക നിവേശവും ഉപയോഗിക്കാത്ത അവസ്ഥയൊന്നും ഉണ്ടാവില്ല. ബട്ട് തിയററ്റിക്കലി 0 യൂണിറ്റ് എന്ന് നമ്മൾ പറയുന്നു. ആദ്യം 0 യൂണിറ്റ് ആണ് വേരിയബിൾ ഇൻപുട്ട് ഉപയോഗിക്കുന്നത്. ഔട്ട്പുട്ട് വല്ലതും കിട്ടുമോ? 1 യൂണിറ്റ് പോലും വേരിയബിൾ ഇൻപുട്ട് ഉപയോഗിക്കുന്നില്ല. വല്ല ഔട്ട്പുട്ട് കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് ടോട്ടൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റ് 0 ആണ്. ഓക്കെ, പിന്നീട് നിങ്ങൾ നോക്കിക്കേ, വേരിയബിൾ ഇൻപുട്ട് പ്രൊഡ്യൂസർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടല്ലേ? ഇങ്ങനെ കൂട്ടി എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. 1 ആയി, 2 ആയി, 3 ആയി, 4 ആയി, അങ്ങനെ കൂടി 8 യൂണിറ്റ് വരെ ആയി വേരിയബിൾ ഇൻപുട്ട്. ഓക്കെ, ഇങ്ങനെ വേരിയബിൾ ഇൻപുട്ട് കൂടുന്തോറും TPക്ക് എന്ത് മാറ്റം വരും? APക്ക് എന്ത് മാറ്റം വരും? അതുപോലെ MPക്ക് എന്ത് മാറ്റം വരും? അതാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിച്ചോളൂ, ഇവിടെ ആദ്യം 0 യൂണിറ്റ് ആയിരുന്നു വേരിയബിൾ ഇൻപുട്ട്, പിന്നെ 1 ആയി, 2 ആയി, 3 ആയി. ആ 3 ആയ ഭാഗത്ത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ നിങ്ങൾ? ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നു. ക്ലിയർ ആണല്ലോ? അതായത് 0 മുതൽ 1, 2, 3 വരെയുള്ള ഇത്രയും ഭാഗം കണ്ടോ? ഇതാണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷന്റെ ഒന്നാമത്തെ സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഒന്നാമത്തെ ഘട്ടം. ഏതായിരുന്നു? ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ, വർദ്ധമാന പ്രത്യായ ഘട്ടം. അതിന്റെ പ്രത്യേകത എന്താണ്? സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തെ സ്റ്റേജ് നിങ്ങൾ എഴുതേണ്ടത് ഇത്ര പോയിന്റുകളാണ്. വെൻ TP ഈസ് ഇൻക്രീസിംഗ് അറ്റ് ഇൻക്രീസിംഗ് റേറ്റ്. TP മൊത്തം ഉൽപ്പന്നം ഉയർന്ന നിരക്കിൽ അല്ലെങ്കിൽ കൂടിയ നിരക്കിൽ വർദ്ധിക്കുമ്പോൾ. നിങ്ങൾ നോക്കിക്കേ, ആദ്യം 0 ആയിരുന്നു, പിന്നെ 10 ആയി, 24 ആയി, 40 ആയി. ആ കൂടുന്ന നിരക്ക് നോക്കൂ നിങ്ങൾ. ഇത് തമ്മിൽ വ്യത്യാസം എത്രയാ? 10. 10ൽ നിന്നും 24 ആവാൻ വ്യത്യാസം എത്രയാ? 14. 24ൽ നിന്നും 40 ആവാനുള്ള വ്യത്യാസം എത്രയാ? 16. എന്ന് വെച്ചാൽ TP കൂടുന്ന നിരക്ക് വളരെ കൂടുതലാണ് അല്ലെ? അതാണ് ഇൻക്രീസിംഗ് അറ്റ് ഇൻക്രീസിംഗ് റേറ്റ്. ദാറ്റ് ഈസ് വെൻ TP ഈസ് ഇൻക്രീസിംഗ് അറ്റ് ഇൻക്രീസിംഗ് റേറ്റ്, APക്ക് എന്ത് സംഭവിക്കുന്നു? നിങ്ങൾ നോക്കിക്കേ, AP വർദ്ധിക്കുന്നു. 10 ആയിരുന്നു,
പിന്നീട് 12 പിന്നീടോ 13.3 എ പിയും വർദ്ധിക്കുന്നു. എം പി എന്ത് സംഭവിക്കുന്നു? എം പിയും വർദ്ധിക്കുന്നു. നോക്കൂ, ആദ്യം നില്ലായിരുന്നു അല്ലേ, പിന്നെ 10 14 16 അതും വർദ്ധിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് നമ്മൾ പഠിച്ചു. എന്താണ്? വെൻ ടി പി ഈസ് ഇൻക്രീസിങ് അറ്റ് ഇൻക്രീസിങ് റേറ്റ്, എ പി ആൻഡ് എം പി ഈസ് ഓൾസോ ഇൻക്രീസ്. ടി പി അല്ലെങ്കിൽ മൊത്തം ഉൽപ്പന്നം ഉയർന്ന നിരക്കിൽ വർദ്ധിക്കുമ്പോൾ എ പിയും എം പിയും വർദ്ധിക്കുന്നു. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് ഒന്നാമത്തെ സ്റ്റേജ് പഠിച്ചു. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് എവിടെയാണ്? ഇതുവരെയാണ് കിടക്കുന്നത്. ഓക്കെ ആണല്ലോ, കഴിഞ്ഞു. ഇനി നിങ്ങൾ നോക്കൂ, 4 5 6 7 അങ്ങനെ വേരിയബിൾ ഇൻപുട്ട് വർദ്ധിക്കുന്നു. ആ 7 വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? വീണ്ടും ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഭാഗം കണ്ടോ, 4 5 6 7 ഇത്രയും ഭാഗമാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷന്റെ സെക്കൻഡ് സ്റ്റേജ്, രണ്ടാമത്തെ ഘട്ടം. ഏതാണ്? ഡിമിനിഷിംഗ് ഓർ ഡിക്രീസിംഗ് റിട്ടേൺസ് ടു എ ഫാക്ടർ, അപജയ പ്രത്യായ ഘട്ടം പഠിച്ചു അല്ലെ? അതിന്റെ പ്രത്യേകത നോക്കിക്കേ. ടി പിക്ക് എന്ത് മാറ്റം വരുന്നു? ടി പി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ടി പി എന്ത് ചെയ്യുന്നുണ്ട്? 50 56 56 57 അങ്ങനെ കൂടുന്നുണ്ട്. പക്ഷെ ഇൻക്രീസ് ചെയ്യുന്ന നിരക്ക്, വർദ്ധിക്കുന്ന നിരക്ക് കുറവാണ് അല്ലെ? നിങ്ങൾ നോക്ക്, 50 56 ആവാൻ എത്ര വ്യത്യാസം? 6 മാറിയിട്ടുള്ളൂ അല്ലെ? 6 യൂണിറ്റേ മാറിയിട്ടുള്ളൂ. 56 57 ആവാനോ 1 യൂണിറ്റേ അധികം വന്നിട്ടുള്ളൂ അല്ലെ? ഇവിടെ നോക്കൂ, നിങ്ങൾ ആദ്യം 10 ആയിരുന്നു, പിന്നീട് 14 വർദ്ധിച്ചു, പിന്നീടോ 16 വർദ്ധിച്ചത്. എന്നാൽ ഇവിടെ നോക്കൂ, നിങ്ങൾ ആദ്യം 6 വർദ്ധിക്കുന്നത്, പിന്നെ 1 വർദ്ധിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് നിങ്ങൾ എങ്ങനെ എഴുതി വെക്കേണ്ടത്? വെൻ ടി പി ഈസ് ഇൻക്രീസിംഗ് അറ്റ് ഡിക്രീസിംഗ് റേറ്റ്, ടി പി കുറഞ്ഞ നിരക്കിൽ വർദ്ധിക്കുമ്പോൾ എ പിക്കും എം പിക്കും എന്ത് മാറ്റം വരും? നിങ്ങൾ നോക്കിക്കേ, എ പി ഒന്ന് നോക്കിക്കേ, 12.5 പിന്നീട് അത് 11.2 കുറഞ്ഞു, വീണ്ടും 9.5 ദെൻ 8.1 അതിന്റെ അർത്ഥം എന്താ? വെൻ ടി പി ഈസ് ഇൻക്രീസിംഗ് അറ്റ് ഡിക്രീസിംഗ് റേറ്റ്, എ പി ഓൾസോ ഡിക്രീസിംഗ്. എ പി എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇനി എം പി നോക്കിക്കേ, എം പിയും കുറയുന്നു അല്ലെ? എങ്ങനെയാണ്? വെൻ ടി പി ഈസ് ഇൻക്രീസിംഗ് അറ്റ് ഡിക്രീസിംഗ് റേറ്റ്, എ പി ആൻഡ് എം പി ഈസ് ഓൾസോ ഡിക്രീസിംഗ്. എ പിയും എം പിയും കുറയുന്നു. ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ പോയിന്റ് കണ്ടോ നിങ്ങൾ? 7 യൂണിറ്റ് വേരിയബിൾ ഇൻപുട്ട് ഉപയോഗിച്ചു. അതായത് അപ്പോൾ ഉള്ള ടോട്ടൽ ഔട്ട്പുട്ട് എത്രയാ? 57 അതായത് ടി പി അതിന്റെ മാക്സിമം എത്തുന്നത് എപ്പോഴാ? 57 അല്ലെ? 10 24 40 50 56 57 57 ഇതാണ് ടി പി മാക്സിമത്തിൽ നിൽക്കുന്ന അവസ്ഥ. ഇതിനു ശേഷം പിന്നെ എന്താ സംഭവിക്കുന്നത്? ടി പി കുറയാണ്. കണ്ടോ, 57 വരെ കൂടി നിൽക്കായിരുന്നു, പിന്നീട് എന്തായി? ടി പി കുറയാൻ തുടങ്ങി. ഓക്കെ ആണല്ലോ? അപ്പൊ രണ്ടാമത്തെ സ്റ്റേജ് എങ്ങനെ പറയാം? വെൻ ടി പി റീച്ചസ് ഇറ്റ്സ് മാക്സിമം, ടി പി പരമാവധിയാകുമ്പോൾ എം പി എന്താണ്? 0 അല്ലെ? എം പി 0 ശ്രദ്ധിക്കണം. സെക്കൻഡ് സ്റ്റേജ് വളരെ സിമ്പിൾ ആണ്. ഒന്നുകൂടെ പറഞ്ഞു നോക്കിക്കേ. വെൻ ടി പി ഈസ് ഇൻക്രീസിംഗ് അറ്റ് ഡിക്രീസിംഗ് റേറ്റ്, എ പി ആൻഡ് എം പി ഈസ് ഓൾസോ ഡിക്രീസിംഗ്. ടി പി കുറഞ്ഞ നിരക്കിൽ വർദ്ധിക്കുമ്പോൾ എ പിയും എം പിയും കുറയുന്നു. ആ സ്റ്റേജിൽ തന്നെ ഒരു പോയിന്റ് കൂടെ എഴുതി വെക്കണം. എന്താണ്? വെൻ ടി പി റീച്ചസ് ഇറ്റ്സ് മാക്സിമം, ഇവിടെ വെച്ചിട്ടാണ് മാക്സിമം ആവുന്നത് അല്ലെങ്കിൽ പരമാവധി ആവുന്നത്. ടി പി പരമാവധി ആവുമ്പോൾ എം പി എന്താണ്? എം പി 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് സെക്കൻഡ് സ്റ്റേജ്. വളരെ സിമ്പിൾ ആണ്. ഇനി മൂന്നാമത്തെ സ്റ്റേജ് ശ്രദ്ധിച്ചോളൂ. മൂന്നാമത്തെ സ്റ്റേജിന് ഏതായിരിക്കും? ഓഫ് കോഴ്സ് ഇതായിരിക്കും മൂന്നാമത്തെ സ്റ്റേജ്. ഇത് ഒന്നാമത്തെ സ്റ്റേജ് ആണ്, ഇത് രണ്ടാമത്തെ സ്റ്റേജ് ആണ്, ഇത് മൂന്നാമത്തെ സ്റ്റേജ് ആണ്. മൂന്നാമത്തെ സ്റ്റേജ് ഏതായിരുന്നു? നെഗറ്റീവ് റിട്ടേൺസ് ടു എ ഫാക്ടർ, ഋണാത്മക പ്രത്യായ ഘട്ടമാണ്. നിങ്ങൾ നോക്കിക്കേ, 7 നിന്ന് വീണ്ടും എന്തായി? 1 യൂണിറ്റ് വേരിയബിൾ ഇൻപുട്ട് വർദ്ധിച്ചു, 8. ഓക്കെ, അപ്പോൾ വേരിയബിൾ ഇൻപുട്ട് കൂടി വരുന്നുണ്ട്. ബട്ട് ടി പിയിലും എ പിയിലും എം പിയിലും പല രീതിയിലുള്ള മാറ്റമാണ് ഉണ്ടാക്കുന്നത് അല്ലെ? നിങ്ങൾ നോക്കിക്കേ, ടി പി സ്റ്റാർട്ട്സ് ടു ഫാളിംഗ് ഓർ ഡിക്രീസിങ്. ടി പി എന്തായി? കുറയാൻ തുടങ്ങി അല്ലെ? മൂന്നാമത്തെ സ്റ്റേജ് ആയപ്പോൾ ടി പിക്ക് എന്ത് സംഭവിച്ചു? ടി പി കുറയാൻ തുടങ്ങി. അപ്പോൾ എ പിക്ക് എന്ത് സംഭവിച്ചു? എ പിയും കുറയുന്നു. എന്നാൽ എം പി എന്താണ്? നെഗറ്റീവ് ആയിട്ട് മാറി.
ഓക്കെ, ആ പോയിന്റ് ശ്രദ്ധിക്കണം. ടി പി കുറയാൻ തുടങ്ങിയപ്പോൾ എ പിയും കുറയുന്നു. ബട്ട് എം പി എന്ത് സംഭവിച്ചു? എം പി നെഗറ്റീവായി. ഇവിടെ വെച്ച് 0 ആയിരുന്നു അല്ലേ? രണ്ടാമത്തെ സ്റ്റേജിലെ അവസാനം വെച്ച് എന്ത് സംഭവിച്ചു? എം പി 0 പിന്നീട് അത് എന്തായിട്ട് മാറി? നെഗറ്റീവായിട്ട് മാറി. ഓക്കെ, അതാണ് തേർഡ് സ്റ്റേജ്. ഇതാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷന്റെ ടാബുലാർ റെപ്രസെന്റേഷൻ, പട്ടിക രൂപം. ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഒന്നാമത്തെ സ്റ്റേജ് എന്തായിരുന്നു? വെൻ ടി പി ഈസ് ഇൻക്രീസിംഗ് അറ്റ് ഇൻക്രീസിംഗ് റേറ്റ് എ പി ആൻഡ് എം പി ഈസ് ഓൾസോ ഇൻക്രീസിംഗ്. ടി പി ഉയർന്ന നിരക്കിൽ വർദ്ധിക്കുമ്പോൾ എ പിയും എം പിയും വർദ്ധിക്കുന്നു. സെക്കൻഡ് സ്റ്റേജ് ഏതായിരുന്നു? വെൻ ടി പി ഈസ് ഇൻക്രീസിംഗ് അറ്റ് ഡിക്രീസിംഗ് റേറ്റ് എ പി ആൻഡ് എം പി ഈസ് ഓൾസോ ഡിക്രീസിംഗ്. ഓക്കെ, ടി പി കുറഞ്ഞ നിരക്കിൽ വർദ്ധിക്കുമ്പോൾ എ പിയും എം പിയും കുറയുന്നു അല്ലെങ്കിൽ കുറയാൻ തുടങ്ങുന്നു. ഓക്കെ, ആൻഡ് ടി പി റീച്ചസ് ഇറ്റ്സ് മാക്സിമം എം പി ബിക്കം 0. ടി പി പരമാവധി ആകുമ്പോൾ എം പി എന്താണ്? 0. തേർഡ് സ്റ്റേജ് ഏതാണ്? വെൻ ടി പി സ്റ്റാർട്ട്സ് ടു ഫാളിംഗ് ഓർ ഡിക്ലൈനിങ്. ടി പി കുറയാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ കുറയാൻ ആരംഭിക്കുമ്പോൾ എ പി കുറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. എം പി നെഗറ്റീവ് ആകുന്നു. കണ്ടോ, മൈനസ്. എങ്ങനെ മൈനസ് കിട്ടിയത് നോക്കിക്കേ നിങ്ങൾ. എം പി എങ്ങനെ കണ്ടുപിടിക്കാം? 55ഉം 57ഉം 55ൽ നിന്ന് 57 കുറയ്ക്കുക, എത്ര കിട്ടുക? -2. ഓക്കെ, ഈ ഒരു കാര്യം പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, അപജയ സീമാന്ത ഉപയുക്തത നിയമം. അതേ ഒരു പാറ്റേണിലുള്ള കാര്യം തന്നെയാണ്. അവിടെ യൂട്ടിലിറ്റി ആണ്, ഇവിടെയോ പ്രൊഡക്റ്റ് ആണ്. ദാറ്റ് ഈസ് അവിടെ കൺസ്യൂമർ ബിഹേവിയർ ആണ്, ഇവിടെ പ്രൊഡ്യൂസർ ബിഹേവിയർ ആണ്. കണ്ടോ നിങ്ങൾ, അവിടെയും മാർജിനൽ യൂട്ടിലിറ്റി ഒരു പരിധി കഴിഞ്ഞാൽ എന്താണ്? മൈനസ് ആവുന്നു അല്ലേ? ആദ്യം 0 ആവും, പിന്നെ മൈനസ് ആകും. അതേ ഒരു പാറ്റേൺ തന്നെയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ 3 സ്റ്റേജുകൾ നമ്മൾ പഠിച്ചു. വളരെ സിമ്പിൾ ആണ്. ഇനി ശ്രദ്ധിച്ചോളൂ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനെ ഗ്രാഫിക്കലി നമ്മൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. വിഭേദകാനുപാത നിയമത്തെ ഇതുവരെ നമ്മൾ പട്ടിക രൂപത്തിലായിരുന്നു പറഞ്ഞിരുന്നത്. ഇനി ഗ്രാഫിക്കലി, ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് പറയാൻ വേണ്ടിയിട്ട് പോവാണ്. വളരെ സിമ്പിൾ ആണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. ശ്രദ്ധിച്ചിരിക്കാം. നോക്കിക്കോളൂ, ഇതാണ് ടി പി കർവ്. ഓക്കെ ആണല്ലോ? ആദ്യം വരച്ചിട്ടുള്ള ഇതാണ് ടി പി കർവ്. ദെൻ ഇതാണ് എ പി കർവ്. ദെൻ എം പി കർവ്. ഓക്കെ ആണല്ലോ? എം പി എന്തായി? താഴേക്ക് പോകുന്നുണ്ട്, അതായത് നെഗറ്റീവ്. നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ലാസ്റ്റ് സ്റ്റേജ്, മൂന്നാമത്തെ സ്റ്റേജിൽ എം പി എന്ത് ചെയ്യുന്നുണ്ട്? നെഗറ്റീവ് ആകുന്നുണ്ട് അല്ലെ? മൈനസ് ആകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എക്സാമിന് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. എക്സാമിന് 1 വേർഡ് ചോദിക്കും. ടി പി, എ പി, എം പി കർവുകളുടെ ഷേപ്പ് എന്താണ്, ആകൃതി എന്താണെന്ന് ചോദിക്കും. ഓക്കെ, 3ഉം ഒരുമിച്ചല്ല ചോദിക്കുക, അതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും. അപ്പോൾ ഇതിന്റെ ഷേപ്പ് എന്താണ്? ഇൻവേഴ്സ് യു ഷേപ്പ് ആണ്. ഇൻവേഴ്സ് യു ഷേപ്പ്. കാരണം യു എങ്ങനെ നമ്മൾ എഴുതുക? ഇങ്ങനെയാണല്ലേ? എന്നാൽ തല തിരിച്ചാൽ എങ്ങനെ വരും? ഇത് ഇങ്ങനെ ആയിരിക്കും വരിക അല്ലേ? ഇതാണ് ഇൻവേഴ്സ് യു ഷേപ്പ്. തല കീഴായ യു ആകൃതിയാണ് ടി പി കർവിനും എ പി കർവിനും എം പി കർവിനും. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കാം. എന്താണ് ഇൻവേഴ്സ് യു ഷേപ്പ്? തല കീഴായ യു ആകൃതി. ഇനി നിങ്ങൾ നോക്കിക്കേ, ടി പി കർവ് വരച്ചു, എ പി വരച്ചു, എം പി വരച്ചു. ഇവിടെ ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ സ്റ്റേജ്. ഇത് രണ്ടാമത്തെ സ്റ്റേജ് ആണ്. ഇത് മൂന്നാമത്തെ സ്റ്റേജ് ആണ്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? വെൻ ടി പി ഈസ് ഇൻക്രീസിംഗ് അറ്റ് ഇൻക്രീസിംഗ് റേറ്റ്. ടി പി ഉയർന്ന നിരക്കിൽ വർദ്ധിക്കുമ്പോൾ എ പി അതുപോലെ എം പിയും വർദ്ധിക്കുന്നു അല്ലെ? എ പിയും എം പിയും എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. പിയുടെ എന്തായിട്ട് മാറുന്നു? എം പി മാക്സിമം. കണ്ടോ, എം പി കർവിന്റെ മാക്സിമം ഏതാണ്? ഇതാണ് മാക്സിമം. ഒന്നാമത്തെ സ്റ്റേജിന്റെ അവസാനം എം പി എന്തായിട്ട് മാറുന്നു? മാക്സിമം, അതിന്റെ ഏറ്റവും ഉന്നത പരിധിയിൽ എത്തുന്നു. ഓക്കെ, ഇത്രയാണ് ഒന്നാമത്തെ സ്റ്റേജ്. നമ്മൾ നേരത്തെ തിയററ്റിക്കലി പറഞ്ഞ കാര്യം ഗ്രാഫിക്കലി പറയുന്നു എന്നേ ഉള്ളൂ. സ്റ്റേജുകൾ നിങ്ങൾ മാർക്ക് ചെയ്യണം. അതായത് നിങ്ങൾ നോക്കിക്കോളൂ, ഇതാണ് എം പി കർവ്. എം പി കർവ് മാക്സിമം ആയ പോയിന്റിലാണ് നിങ്ങൾ ആദ്യം ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കേണ്ടത്. അതാണ് ഒന്നാമത്തെ സ്റ്റേജ്.
ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് അതുപോലെ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. ഓക്കെ, എം പി മാക്സിമം ആയത് കണ്ടോ, അവിടെയാണ് ഒന്നാമത്തെ സ്റ്റേജ് നിങ്ങൾ വരയ്ക്കേണ്ടത്. സെക്കൻഡ് സ്റ്റേജ് എന്തൊക്കെ നമ്മൾ പഠിച്ചു? വെൻ ടി പി ഈസ് ഇൻക്രീസിങ് അറ്റ് ഡിക്രീസിങ് റേറ്റ്, കുറഞ്ഞ നിരക്കിൽ വർദ്ധിക്കുമ്പോൾ എ പി കുറയുന്നു, എം പിയും കുറയുന്നു ആണല്ലോ, എ പി എം പിയും കുറയുന്നു. അതാണല്ലോ ഇവിടെ കാണുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് ഇതുവരെയാണ് സെക്കൻഡ് സ്റ്റേജ്. നിങ്ങൾ നോക്കിക്കേ, ടി പി കുറഞ്ഞ നിരക്കിൽ വർദ്ധിക്കുന്നുണ്ട്, കണ്ടോളൂ, കുറഞ്ഞ നിരക്കിൽ വർദ്ധിക്കുന്നുണ്ട്. എ പി എം പിയോ, എ പി കുറയാൻ തുടങ്ങി. എം പിയോ, എം പിയും കുറയാൻ തുടങ്ങി. പിന്നീട് അവസാനത്തെ പോയിന്റ് എന്തായിരുന്നു സെക്കൻഡ് സ്റ്റേജിലെ? വെൻ ടി പി റീച്ചസ് ഇറ്റ്സ് മാക്സിമം, ടി പി കർവ് അതിന്റെ പരമാവധി എത്തുമ്പോൾ, ടി പി അതിന്റെ പരമാവധിയിൽ എത്തുമ്പോൾ, അതായത് ഇതാണ് മാക്സിമം പോയിന്റ്. അതിനൊരു പേര് പറയും. നമ്മൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു. എന്താണ്? സാച്ചുറേഷൻ പോയിന്റ് എന്നാണ് ഈ മാക്സിമം പോയിന്റിനെ അറിയപ്പെടുക. ഓക്കെ, വെൻ ടി പി റീച്ചസ് ഇറ്റ്സ് മാക്സിമം, ടി പി മാക്സിമത്തിൽ എത്തുമ്പോൾ എം പിക്ക് എന്ത് മാറ്റം ഉണ്ടായി? എം പി നോക്ക് നിങ്ങൾ, ഇതാ എക്സ് ആക്സിസിൽ തട്ടി. എക്സ് ആക്സിസ് ഇന്റർസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 0 ആയി എന്നാണ്, അല്ലെ? 0 ആയി. അപ്പോൾ ടി പി പരമാവധിയിൽ എത്തിയപ്പോൾ, മാക്സിമം ആയപ്പോൾ എം പി എന്താണ്? 0 ആണ്. ഓക്കെ, അതാണ് സെക്കൻഡ് സ്റ്റേജിന്റെ എൻഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞു. മൂന്നാമത്തെ സ്റ്റേജ് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? വെൻ ടി പി സ്റ്റാർട്ട്സ് ടു ഫാളിങ് ഓർ ഡിക്ലൈനിങ്, ടി പി എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ സ്റ്റേജിന് ശേഷം മൂന്നാമത്തെ സ്റ്റേജ് എത്തിയപ്പോഴേക്കും ടി പിയും കുറയാൻ തുടങ്ങി. ടി പി കുറയാൻ തുടങ്ങിയപ്പോൾ എ പിക്ക് എന്ത് സംഭവിച്ചു? എ പിയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരിക്കലും എന്താവില്ല? എ പി 0 ആവില്ല. എ പി നെവർ ബി 0. ടി പി കുറഞ്ഞാലും എ പിയും കുറയും, ബട്ട് ഒരിക്കലും എ പി എന്താവില്ല? 0 ആവില്ല. ഓക്കെ, എം പിക്ക് എന്ത് സംഭവിച്ചു? എം പി നെഗറ്റീവായി, അല്ലെ? ടി പി കുറയാൻ തുടങ്ങിയപ്പോൾ എം പി എന്തായിട്ട് മാറി? നെഗറ്റീവായിട്ട് മാറി. വളരെ സിമ്പിൾ ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. തിയറി കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ കഴിയും. ഈ ഗ്രാഫ് വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയെങ്കിൽ തിയറി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സിമ്പിൾ ആണല്ലോ. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഗ്രാഫ് നിങ്ങൾ വരയ്ക്കുമ്പോൾ അതിന്റെ സ്റ്റേജുകൾ, ഘട്ടങ്ങൾ മാർക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ശ്രദ്ധിച്ച് എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എം പി മാക്സിമം ആവുന്നു. എം പി മാക്സിമം ആവുന്നത് ഇവിടെയാണല്ലോ, ആണ്. ഇവിടെയാണ് ഒന്നാമത്തെ സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എവിടെ നിന്നാ? ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഏത് വരെയാണ് വരിക? ടി പി മാക്സിമം ആവുന്നു, ഈ പോയിന്റ് കണ്ടോ? അപ്പോൾ എം പി എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, ഇതാണ് സെക്കൻഡ് സ്റ്റേജ്. അതിനുശേഷം നോർമലി തേർഡ് സ്റ്റേജ്. അപ്പൊ നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ആദ്യം ടി പി വരയ്ക്കുന്നു. ടി പി മാക്സിമം ആയതിൽ നിന്ന് താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ദെൻ എ പി വരയ്ക്കുന്നു, എം പി 0 ആവുന്നു, പിന്നെ നെഗറ്റീവ് ആവുന്നു. കണ്ടോ? ഈ ഒരു ഫോർമാറ്റിൽ വേണം നിങ്ങൾ വരച്ച് പഠിക്കാൻ. ആദ്യം ഈ ഒരു പോയിന്റ് ബേസിക്സ് ആണ്. ടി പി മാക്സിമം ആവുന്നു, എം പി 0 ആവുന്നു. ആദ്യം നിങ്ങൾ അത് വരച്ച് വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? ബാക്കി വരയ്ക്കുക. അതായത് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ടി പി വരച്ചു, അതിന്റെ മാക്സിമത്തിൽ താഴേക്ക് ഞാൻ എക്സ് ആക്സിസിലേക്ക് ഞാനൊരു പെർപെൻഡിക്കുലർ വരച്ചു. ദെൻ എ പി വരച്ചു, മാക്സിമത്തിൽ നിന്ന് 0 ആയി, ദെൻ നെഗറ്റീവായി. സിമ്പിൾ ആണല്ലോ. ഈ ഒരു ഫോർമാറ്റിൽ വരച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടി പി ആൻഡ് എം പി, ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ പി ആൻഡ് എം പി. ടി പിയും എം പിയും തമ്മിലുള്ള ബന്ധവും അതുപോലെ എ പിയും എം പിയും തമ്മിലുള്ള ബന്ധം വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ്. ശ്രദ്ധിച്ചോളൂ. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടി പിയും എം പിയും തമ്മിലുള്ള റിലേഷൻ ആണ്. ടി പിയും എം പിയും തമ്മിലുള്ള ബന്ധം. കർവ് ഞാൻ വരച്ചിട്ടുണ്ട്. എക്സ് ആക്സിസിൽ എന്താ കൊടുക്കുക? യൂണിറ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്ട്. ഓക്കെ, വിഭേദക നിവേശത്തിന്റെ യൂണിറ്റുകളാണ് എക്സ് ആക്സിൽ കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വേരിയബിൾ ഇൻപുട്ട് അല്ലെങ്കിൽ വേരിയബിൾ ഫാക്ടർ. ഇൻപുട്ടിനെ ഫാക്ടർ എന്നും പറയും.
നിവേശങ്ങളെ ഘടകങ്ങൾ എന്നും പറയും. അത് നിങ്ങൾ ഓർത്തു വയ്ക്കുക. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ വേരിയബിൾ ഫാക്ടർ എന്ന് കാണും, അല്ലെങ്കിൽ വിഭേദക ഘടകങ്ങൾ എന്ന് കാണും. അത് കേട്ട് നിങ്ങൾ ഞെട്ടൊന്നും ചെയ്യരുത്. നിവേശങ്ങളെ ഘടകങ്ങൾ എന്നും പറയും, അല്ലെങ്കിൽ ഇൻപുട്ടുകളെ ഫാക്ടേഴ്സ് എന്നും പറയും. ഓക്കെ ആണല്ലോ. അപ്പോൾ എക്സ് ആക്സിസിൽ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്ട് വിഭേദക നിവേശത്തിന്റെ യൂണിറ്റുകളാണ്. വൈ ആക്സിലോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ഏത് കർവാണോ വരയ്ക്കുന്നത് അതായിരിക്കും വൈ ആക്സിൽ മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ ടി പിയും എം പിയും തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. ഞാൻ ടി പി കർവും എം പി കർവുമാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ വൈ ആക്സിസിൽ എന്തായിരിക്കും അടയാളപ്പെടുത്തുക? ടി പി എം പി. ഇനി എ പി കൂടെ ഉണ്ടെങ്കിലോ, ഞാൻ ഇവിടെ എ പി കൂടെ വരയ്ക്കുന്നു എങ്കിലോ ഇവിടെ എ പി കൂടെ വരും. അത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ വരച്ച ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷന്റെ ഗ്രാഫ് കണ്ടില്ലായിരുന്നോ? അതിൽ എക്സ് ആക്സിസിൽ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്ട് ആയിരുന്നു, വൈ ആക്സിസിൽ ടി പി എ പി എം പി. കാരണം 3 കർവുകളും നമ്മൾ അവിടെ വരച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരുപാട് കർവുകൾ ഇനി പഠിക്കാനുണ്ട്. എപ്പോഴും ഏത് കർവാണോ വരയ്ക്കുന്നത് അതായിരിക്കും വൈ ആക്സിസിൽ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? സിമ്പിൾ ആണ്. ശ്രദ്ധിച്ചേ, ടി പിയും എം പിയും തമ്മിൽ 4 റിലേഷൻ ആണുള്ളത്, 4 ബന്ധമാണുള്ളത്. ഓരോന്നായിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ്, വെൻ ടി പി ഈസ് ഇൻക്രീസിങ് അറ്റ് ഇൻക്രീസിങ് റേറ്റ്, എം പി ഈസ് ഓൾസോ ഇൻക്രീസിങ്. ടി പി ഉയർന്ന നിരക്കിൽ വർദ്ധിക്കുമ്പോൾ എം പിയും വർദ്ധിക്കുന്നു. അതാണ് ഒന്നാമത്തെ റിലേഷൻ പഠിച്ചു. രണ്ടാമത്തെ റിലേഷൻ, വെൻ ടി പി ഈസ് ഇൻക്രീസിങ് അറ്റ് ഡിക്രീസിങ് റേറ്റ്, എം പി ഈസ് ഓൾസോ ഡിക്രീസിങ്. എന്നാൽ ടി പി കുറഞ്ഞ നിരക്കിൽ വർദ്ധിക്കുമ്പോൾ എം പി കുറയുന്നു, അല്ലെങ്കിൽ കുറയാൻ തുടങ്ങുന്നു. ഓക്കെ ആണല്ലോ? രണ്ടാമത്തെ റിലേഷൻ പഠിച്ചു. മൂന്നാമത്തെ എന്താണ്? വെൻ ടി പി റീച്ചസ് ഇറ്റ്സ് മാക്സിമം, അല്ലെങ്കിൽ സാച്ചുറേഷൻ പോയിന്റ്. ടി പി സാച്ചുറേഷൻ പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ പരമാവധി ആകുമ്പോൾ എം പി എന്താണ്? 0. എം പി ബിക്കം 0. എം പി 0 ആയിരിക്കും. അതാണ് മൂന്നാമത്തെ റിലേഷൻ. ഓക്കെ. നാലാമത്തെ റിലേഷൻ ആണ് വെൻ ടി പി സ്റ്റാർട്ട്സ് ടു ഫാളിങ് ഓർ ഡിക്ലൈനിങ്. ടി പി കുറയാൻ തുടങ്ങുമ്പോൾ എം പി എന്താണ്? കണ്ടോ, 0 ആയിരുന്നു, ഇവിടെ വെച്ച് 0 ആയി. ടി പി കുറയാൻ തുടങ്ങിയപ്പോഴോ എം പി നെഗറ്റീവായി. അപ്പൊ 4 റിലേഷൻസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഫസ്റ്റ് ഏതായിരുന്നു? വെൻ ടി പി ഈസ് ഇൻക്രീസിങ് അറ്റ് ഇൻക്രീസിങ് റേറ്റ്, എം പി ഈസ് ഓൾസോ ഇൻക്രീസിങ്. ടി പി ഉയർന്ന നിരക്കിൽ വർദ്ധിക്കുമ്പോൾ എം പിയും വർദ്ധിക്കുന്നു. ഓക്കെ. സെക്കൻഡ് ഏതായിരുന്നു? വെൻ ടി പി ഈസ് ഇൻക്രീസിങ് അറ്റ് ഡിക്രീസിങ് റേറ്റ്, എം പി ഈസ് ഓൾസോ ഡിക്രീസിങ്. ടി പി കുറഞ്ഞ നിരക്കിൽ വർദ്ധിക്കുമ്പോൾ എം പിയും കുറയുന്നു. ദെൻ മൂന്നാമത്തെ റിലേഷൻ ഏതായിരുന്നു? വെൻ ടി പി റീച്ചസ് ഇറ്റ്സ് മാക്സിമം, എം പി വിൽ ബിക്കം 0. ടി പി പരമാവധി ആകുമ്പോൾ എം പി 0 ആകുന്നു. ഫോർത്ത് റിലേഷൻ ഏതായിരുന്നു? വെൻ ടി പി സ്റ്റാർട്ട്സ് ടു ഫാളിങ് ഓർ ഡിക്ലൈനിങ്, എം പി ബിക്കം നെഗറ്റീവ്. ടി പി കുറയാൻ തുടങ്ങുമ്പോൾ എം പി നെഗറ്റീവ് ആണ്. അപ്പോൾ 4 റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചു, ടി പിയും എം പിയും തമ്മിലുള്ള. സിമ്പിൾ ആണല്ലോ, എക്സാമിന് ചോദിക്കും. ഓക്കെ. നെക്സ്റ്റ്, എ പിയും എം പിയും തമ്മിലുള്ള റിലേഷൻ. എ പിയും എം പിയും തമ്മിലുള്ള ബന്ധമാണ് നോക്കുന്നത്. ഇവിടെ 3 റിലേഷൻഷിപ്പാണ് എ പിയും എം പിയും തമ്മിൽ ഉള്ളത്. ഫസ്റ്റ്, എ പി ഇൻക്രീസിങ്, എം പി ഈസ് ഓൾസോ ഇൻക്രീസിങ്. എ പി വർദ്ധിക്കുമ്പോൾ, കണ്ടല്ലോ നിങ്ങൾ, ഇനീഷ്യലി തുടക്കത്തിൽ എ പി വർദ്ധിക്കുകയാണ്. എ പി വർദ്ധിക്കുമ്പോൾ എം പിയും വർദ്ധിക്കുന്നു. കണ്ടല്ലോ, എ പി വർദ്ധിക്കുന്നു, എം പിയും വർദ്ധിക്കുന്നു. ബട്ട് എം പി ഈസ് ഗ്രേറ്റർ ദാൻ എ പി. ആണല്ലോ? ശരിയാണല്ലേ? എ പി കൂടുമ്പോൾ എം പിയും കൂടുന്നുണ്ട്. പക്ഷേ എം പി കർവിന്റെ സ്ഥാനം എവിടെയാണ്? എ പിയുടെ മുകളിലല്ലേ എം പി കിടക്കുന്നത്? ആണ് അല്ലേ? എ പി കൂടുന്നു, എം പിയും കൂടുന്നു. പക്ഷേ എം പി എ പിയേക്കാൾ മുകളിലാണ് നിൽക്കുന്നത്. അതാണ് ഒന്നാമത്തെ റിലേഷൻ പഠിച്ചു. സെക്കൻഡ് റിലേഷൻ എന്താണ്? വെൻ എ പി ഈസ് മാക്സിമം, എ പി അതിന്റെ പരമാവധിയിലെത്തുമ്പോൾ എം പി എന്ത് ചെയ്യുന്നു? എ പിയെ കട്ട് ചെയ്യുന്നു, അല്ലെ? ഇന്റർസെക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് അവർ തുല്യമാകുന്നു. ഇവിടെ വെച്ചിട്ട് തുല്യമായി. അപ്പോൾ രണ്ടാമത്തെ റിലേഷൻ എന്താ? വെൻ എ പി റീച്ചസ് ഇറ്റ്സ് മാക്സിമം, എം പി ആൻഡ് എ പി ബിക്കം ഈക്വൽ. എം പിയും
എ പിയും ഈക്വൽ ആയിരിക്കും. രണ്ടാമത്തെ റിലേഷൻ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. മൂന്നാമത്തെ റിലേഷൻ നിങ്ങൾ നോക്കിക്കേ, എളുപ്പമാണ്. എ പി ഡിക്രീസിങ്, എ പി കുറയുമ്പോൾ എം പിയും കുറയുന്നു. എന്നാൽ എം പിയുടെ സ്ഥാനം എവിടെയാ? എ പിയേക്കാൾ താഴെയാണ്. 3 റിലേഷൻഷിപ്പ് പഠിച്ചു. ഓക്കെ, ഇതാണ് 3 റിലേഷൻഷിപ്പ്. ഓക്കെ, വളരെ എളുപ്പമാണല്ലോ. ഇതാണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എന്ന പാർട്ടിൽ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ഭാഗങ്ങൾ. അപ്പോൾ എന്തൊക്കെ പഠിച്ചു നമ്മൾ ഇന്ന്? ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എന്താണെന്ന് പഠിച്ചു. അതിന് ടാബുലാർ പ്രസന്റേഷൻ, പട്ടിക രൂപത്തിൽ അവതരിപ്പിച്ചു. പിന്നീട് ആ പട്ടികയെ ഗ്രാഫായിട്ട് പ്രസന്റ് ചെയ്തു, ഗ്രാഫിക്കൽ പ്രസന്റേഷൻ നടത്തി. ദെൻ ടി പിയും എം പിയും ആൻഡ് എ പിയും എം പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ഇന്നെടുത്ത ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്സേ ടോപ്പിക്കാണ്. ഇന്നെടുത്ത ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.